ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആരോ ഒരാൾ ഭാഗം 5. അത് പറഞ്ഞാൽ നീ ഞെട്ടും. അങ്ങേര് പ്രേമിക്കാൻ കണ്ടെത്തിയത്. റോഷൻ ഒരു നിമിഷം ആലോചനയോടെ നിർത്തി. പിന്നെ തുടർന്നു പറയാൻ തുടങ്ങി. അങ്ങേരുടെ OP-യിൽ നിൽക്കുന്ന ആ സുന്ദരിക്കോത നേഴ്സില്ലേ, അവളെയാണ്. ഈശോയെ, അപ്പോൾ സായ അല്ലേ? അപ്പോൾ അതാണ് കാര്യം. അവൾ അറിഞ്ഞിരിക്കുന്നു സച്ചുവിൻ്റെ ഇഷ്ടം. ഇനിയിപ്പോൾ ഈ കല്യാണം മുടക്കാൻ എന്താ ഒരു വഴി? സായിക്ക് സച്ചുവിനെ അത്രമേൽ ഇഷ്ടമാണെന്നറിയാവുന്നത് തനിക്ക് മാത്രമാണ്. അവളെ സഹായിക്കാനായി ആകെയുള്ളതും താൻ മാത്രമാണ്. കർത്താവേ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ പ്ലീസ്, അവൾ മനസ്സിൽ ദൈവത്തോട് അപേക്ഷിച്ചു. നീ എന്നതാ ആലോചിക്കുന്നേ? ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ മമ്മിയെയും ഡാഡിയെയും എങ്ങനെ പറഞ്ഞു ബോധിപ്പിക്കും? സംഗതി നേഴ്സുമാർ ഭൂമിയിലെ മാലാഹമാർ ഒക്കെ തന്നെ. പക്ഷേ ഒരു ഡോക്ടർ വിവാഹം കഴിക്കുന്നത് നേഴ്സിനെ ആകുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഡാഡിക്കും മമ്മിക്കും. എടാ, നീ ചുമ്മാ വട്ടു പറയാതെ. സച്ചുവേട്ടൻ പ്രേമിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാനല്ല, ഡാഡിയും മമ്മിയും വരെ ചിരിക്കും. വെറുതെ സ്വന്തം സ്വഭാവം വെച്ച് സച്ചുവേട്ടന് പേരുദോഷമുണ്ടാക്കല്ലേ. നിനക്കിപ്പോൾ വേണ്ടത് ഒരു പ്രണയകഥയുടെ തിരക്കഥ. ഇവിടെ ഞാനില്ലേ, എന്നെയും നിന്നെയും ചേർത്ത് പറ. അതാകുമ്പോൾ എനിക്ക് കേൾക്കാൻ ഒരു സുഖമെങ്കിലും ഉണ്ടാകും. അവൻ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അത് പറയുമ്പോൾ മെർലിൻ്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. നിനക്ക് നാണമില്ലേ ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ? അവൾ ചുമ്മാ ഒരുമാതിരി. അത് പറയുമ്പോൾ റോഷൻ്റെ വാക്കുകളിൽ പരിഭവം നിറഞ്ഞിരുന്നു. നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ദേഷ്യത്തോടെ കാർ മുന്നോട്ടെടുത്തുകൊണ്ട് അവൾ ചോദിച്ചു. ഉണ്ടടി, നിന്റെ തല. കോപ്പ്. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ആരുമൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ. വാട്ട് ക്യാൻ ഐ ഡു? അത് പറഞ്ഞുകൊണ്ട് അവൻ തല ചൊറിഞ്ഞു. താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൾ വിശ്വസിക്കാൻ തയ്യാറാകില്ലെന്ന് കണ്ടപ്പോൾ റോഷൻ അല്പനേരം ആലോചിച്ചിരുന്നു. പിന്നെ പതുക്കാൻ പറയാൻ തുടങ്ങി. എടി, ഞാൻ എപ്പോഴും പറയുന്നത് പോലെയല്ല. ഇത് സംഗതി കുറച്ച് കൂടിയ വട്ട. സച്ചു പറഞ്ഞപ്പോൾ ഞാൻ ആ പെണ്ണുമായി സംസാരിച്ചിരുന്നു. രണ്ടുപേരും സീരിയസ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ നിന്റെ സഹായം തേടുന്നത്. എൻ്റെ കൂടെ നിന്നാൽ നിനക്കും ഉപകാരമേ ഉണ്ടാകുകയുള്ളൂ. പറഞ്ഞില്ലാന്ന് വേണ്ട. റോഷൻ സീരിയസ് ആയി പറഞ്ഞു. എനിക്കെന്തുപകാരം? ആ ചോദ്യത്തിനൊപ്പം അവളുടെ കണ്ണുകളിൽ വിരിഞ്ഞു വന്ന പ്രണയത്തിൻ്റെ ലാജ്ഞന കണ്ടില്ലെന്ന് നടിച്ച് അവൻ വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു. ആദ്യം നിനക്കൊപ്പം നിന്നാൽ എനിക്ക് കിട്ടുന്ന ഉപകാരം എന്താണെന്ന് പറ. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം നിൽക്കണോ വേണ്ടയോ എന്ന്, മെർലിൻ പെട്ടെന്ന് പറഞ്ഞു. സച്ചുവേട്ടൻ്റെ വിവാഹം കഴിഞ്ഞാൽ ഉടനെ തന്നെ നിനക്ക് നല്ലൊരു ചെക്കനെ കണ്ടുപിടിച്ച് കെട്ടിച്ചുവിടാം. അപ്പോൾ പിന്നെ നീ എന്ന പിശാച് എൻ്റെ തലയിൽ നിന്ന് പോകുകയും ചെയ്യും. എന്തേ, അത്രയും മതിയോ? റോഷൻ ചോദിച്ച് തീരും മുൻപ് കയ്യിൽ കിട്ടിയ എന്തോ എടുത്ത് അവൾ അവനെ എറിഞ്ഞു. അത് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ അവൻ തല പെട്ടെന്ന് വെട്ടിച്ചു മാറ്റി പൊട്ടിച്ചിരിച്ചു. നീ തമാശകളാ. നമുക്കെങ്ങനെ കാര്യങ്ങൾ ഒരു കരക്കെത്തിക്കാമെന്ന് തീരുമാനിക്കാം. ഇതിപ്പോൾ അവളൊരു നേഴ്സാണ് എന്നത് മാത്രമല്ല പ്രശ്നം, അവൾക്ക് സ്വന്തമായി ആരുമില്ല എന്നുകൂടിയൊരു പ്രശ്നമുണ്ട്. സോ ടെൽ മീ വാട്ട് ടു ഡു. മണ്ണാങ്കട്ട, ഒരു ബന്ധവും പൊക്കിപ്പിടിച്ച് വന്നിരിക്കുന്നു. സത്യം പറ, അവൾ നിന്റെ ലൈനായിരുന്നില്ലേ? അതുകൊണ്ട് സച്ചുവേട്ടൻ്റെ ഈ ഇഷ്ടത്തെ മുടക്കാനുള്ള വഴിയല്ലേ നീ നോക്കുന്നത്? അവൾ കുസൃതി ചിരിയോടെ അവനെ നോക്കി. മെർലിൻ വീണ്ടും തന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. മനസ്സിൻ്റെ ആഴങ്ങളിൽ തനിക്കും ജാസ്മിനും മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരുന്നു തങ്ങൾ തമ്മിലുള്ള പ്രണയം. അതുപോലും മെർലിൻ മനസ്സിലാക്കിയെടുത്തിരിക്കുന്നു. റോഷൻ അത്ഭുതത്തോടെ അവളെ നോക്കി. അന്തം വിട്ട് നോക്കണ്ട, ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞതാ. അവളെന്നല്ല, ഇനി ഏതെങ്കിലും പെണ്ണിനെ നീ നോക്കിയാൽ ആ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. നീണ്ട മനോഹരമായ വിരലുകൾ അവൻ്റെ കണ്ണിന് നേരെ നീട്ടിക്കൊണ്ട് അവൾ താക്കീതുപോലെ പറഞ്ഞു. ബൈ ദ വൈ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. സച്ചുവേട്ടൻ സീരിയസ് ആണെങ്കിൽ പിന്നെ ആ കുട്ടി നേഴ്സാണോ, അതിനാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ എന്താ പ്രസക്തി? ആൻറ്റിയും അങ്കിളും എന്തായാലും അങ്ങനെയുള്ള ടൈപ്പൊന്നുമല്ല. നിങ്ങളുടെ ഒരിഷ്ടത്തിനും അവരെതിരെ നിൽക്കുകയുമില്ല. അപ്പോൾ പിന്നെ നിനക്കാണോ ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടുള്ളത്? ഞാനൊരു അനാഥ പെണ്ണായതുകൊണ്ടാണോ എൻ്റെ ഇഷ്ടത്തിന് നീ ഒരു വിലയും തരാത്തത്?
എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അവസാന വാക്കുകൾ പറയുമ്പോൾ മെർലിൻ്റെ ശബ്ദമിടറി. അക്കാര്യത്തിൽ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. നമുക്ക് ഇന്ന് തന്നെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാം. ഇന്ന് വൈകിട്ട് ഡിന്നർ അവിടെയാണെന്ന് റോഷൻ്റെ മമ്മി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ടാകും. താൻ ആദ്യം പറഞ്ഞ വാക്കുകൾ റോഷൻ്റെ മുഖത്ത് എന്തെങ്കിലും ചലനമുണ്ടാക്കിയോ എന്ന് പോലും നോക്കാതെ അവൾ തുടർന്നു പറഞ്ഞു. ഞാനും ആലോചിച്ചതാ. പക്ഷേ ഇനിയിപ്പോൾ ഡാഡിക്കും മമ്മിക്കും ദേഷ്യമായെങ്കിലോ? അത് നമ്മുടെ ഈ രാത്രിയുടെ സന്തോഷം ഇല്ലാതാക്കിയെങ്കിലോ? അത് വേണോ? എടി, എന്തൊക്കെ സംഭവിച്ചാലും നീ എൻ്റെ കൂടെ നിൽക്കണം. സച്ചുവിനെ പെണ്ണ് കെട്ടിച്ചിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ. അവളുടെ ചോദ്യങ്ങൾക്ക് പാതി മാത്രം ഉത്തരം പറഞ്ഞുകൊണ്ട് അവൻ ഒഴിഞ്ഞു മാറി. സച്ചുവേട്ടനൊന്ന് കെട്ടിയാൽ പിന്നെ നിന്നെ ഞാൻ എപ്പോൾ വിശ്രമിപ്പിച്ചു എന്ന് ചോദിച്ചാൽ പോരെ? പെണ്ണൊരുത്തി സകല കൺട്രോളും കളഞ്ഞ് പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അവന് വിശ്രമിക്കണം പോലും വിശ്രമിക്കണം. മെർലിൻ പിറുപിറുത്തു. എടി, നീ എന്താ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. ഒന്നുമില്ലടാ, കഴിഞ്ഞ ദിവസം സൂസൻ ആൻറ്റിയുടെ OP-യിൽ ഐശ്വര്യ റായ് വന്ന കാര്യം പറഞ്ഞതാ. അല്ലെങ്കിലും നല്ല കാര്യങ്ങളൊന്നും നിന്റെ ചെവിയിൽ കയറില്ലല്ലോ. ഇനിയിപ്പോൾ അത് വിട്, നമുക്ക് സച്ചുവേട്ടൻ്റെ കാര്യം നോക്കാം. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വണ്ടി കയറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു. കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ മെർലിൻ്റെ മമ്മി ശോശന്നാമ്മ പുറത്തേക്ക് വന്നു. എൻ്റെ ഈശോയെ, എന്നതാ ഞാൻ ഈ കാണുന്നേ? നിങ്ങൾ രണ്ടും ഒരുമിച്ചൊരു കാറിലോ? ഇതിപ്പോൾ പകലാണോ രാത്രിയാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സ്വന്തം കൈകളിൽ ഞുള്ളിക്കൊണ്ട് മമ്മി പറയുന്ന സന്തോഷത്തിൻ്റെ വാക്കുകൾ മെർലിനെ അല്പം പോലും സന്തോഷിപ്പിച്ചില്ല. അവൾ തിരിഞ്ഞ് റോഷൻ്റെ മുഖത്തേക്ക് നോക്കി. കർത്താവേ, എൻ്റെ കൊച്ചിൻ്റെ കാത്തിരിപ്പ് അതൊരു വഴിയായെന്ന് തോന്നുന്നു. ഇനി ഇവരൊന്ന് ഒന്നിച്ച് കണ്ടാൽ മാത്രം മതി. ഇതുങ്ങടെ വിവാഹമൊന്ന് നടത്തിക്കിട്ടിയാൽ വേളാങ്കണ്ണിയിലെത്തി മാതാവിന് 100 മെഴുകുതിരി കത്തിച്ചേക്കാമേ. ശോശന്നാമ്മ കൈകൾ കൂപ്പി ദൈവത്തോട് നന്ദി പറയുന്നത് കണ്ടപ്പോൾ മെർലിൻ്റെ ചുണ്ടിൽ വിഷാദത്തിൻ്റെ ചിരി മിന്നി. പാവം മമ്മി കാര്യങ്ങൾ അറിയാതെ എന്തൊക്കെയോ സ്വപ്നം കാണുന്നു. മാതാവിന് മെഴുകുതിരി കത്തിക്കാതെ ഇവൻ്റെ തലയിൽ ഒരു മെഴുകുതിരി കത്തിച്ചാൽ ചിലപ്പോൾ വല്ല ബോധോദയവും ഉണ്ടായേക്കും. പ്രണയത്തെയൊക്കെ ഇവൻ എവിടെയോ കുഴിച്ചിട്ടേക്കുവാണെന്നാണ് തോന്നുന്നത്. പ്രേമിക്കാനറിയാത്ത മൂരാച്ചി. റോഷൻ കേൾക്കാനായി അത്രയും പറഞ്ഞുകൊണ്ട് മെർലിൻ അകത്തേക്ക് നടന്നു. തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന തേങ്ങൽ ആരോടും പറയാനാകാതെ അപ്പോൾ റോഷൻ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. പ്രണയം കാറ്റുപോലെയാണ്, ആരെയും മയക്കുന്ന സുന്ദരമായ നനുത്ത തെങ്ങൽ. അത് കടന്നു പോകുന്ന വഴികളിലെ സാഹചര്യം പോലെ കാറ്റിൻ്റെ സുഗന്ധവും വ്യത്യസ്തമാണ്. ഒരാളുടെ ഉള്ളിലെ പ്രണയത്തെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കി ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നവരുടെ പ്രണയം പരിമളം നിറഞ്ഞ ഒരു പൂന്തോട്ടത്തിൽ വീശുന്ന കുഞ്ഞിളം തെന്നൽ പോലെ സുന്ദരമായിരിക്കും. പക്ഷേ അതേ സ്നേഹം ഒരു ശവപ്പറമ്പിലാണെങ്കിൽ എത്ര സുഗന്ധം പരത്തിയാലും ആസ്വദിക്കാൻ സാധിക്കുകയില്ല. അതിന് മരണത്തിൻ്റെ മണമായിരിക്കും, ശവത്തിൻ്റെ മണമായിരിക്കും. ജാമി, അവളുടെ സ്നേഹം ചീഞ്ഞളിഞ്ഞ ശവം പോലെയായിരുന്നല്ലോ. അതോ ഞാൻ അർഹിക്കാത്തത് ആഗ്രഹിച്ചു പോയതാണോ? റോഷൻ സ്വയം ചോദിച്ചു. വീണ്ടും ഒരിക്കൽ കൂടി മെർലിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ അവൻ്റെ മനസ്സിൽ വീണ്ടും വാക്കുകളുടെ പ്രവാഹം ഇരച്ചു വന്നു. മെർലിൻ അവൾ തന്നെ സ്നേഹിക്കുന്നത് ഹൃദയം തന്നു തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടോ അവളെ അവൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ തനിക്കാകുന്നില്ല. ചിലപ്പോൾ പ്രണയം അങ്ങനെയാണ്. ആഗ്രഹിക്കുന്നത് കിട്ടില്ല, ആഗ്രഹിക്കാത്തത് നമ്മെ പ്രണയിച്ചു കൊണ്ടിരിക്കും. അവൻ വല്ലാത്ത വേദനയോടെ വീട്ടിലേക്ക് നടന്നു. മോളെ വാ, എല്ലാവരും എത്തി, നമുക്ക് പോകാം. നേരം രാത്രി 8 മണിയോടടുത്തപ്പോൾ താഴെ നിന്നും ശോശന്നാമ്മ വിളിച്ചു പറഞ്ഞു. മെർലിൻ കണ്ണാടിക്ക് മുൻപിൽ തന്നെ ഒന്ന് നോക്കി. താൻ സുന്ദരിയല്ലേ? ആരെയും ആകർഷിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയല്ലേ താനും? പക്ഷേ വർഷങ്ങളോളം ഹൃദയത്തെ താലോലിക്കുന്ന എൻ്റെ സ്വന്തം പ്രണയത്തെ ലഭിക്കാനുള്ള ഭാഗ്യം അതെനിക്കില്ലാതായി പോകുന്നല്ലോ ദൈവമേ. നെടിവീർപ്പോടെ മനസ്സിൽ പറഞ്ഞിട്ട് അതിമനോഹരമായ ഒരു പുഞ്ചിരി മുഖത്ത് വാരിയണിഞ്ഞ് അവൾ താഴേക്ക് ഓടി. ആ മമ്മി, ഞാൻ റെഡി.
ആദ്യത്തെ ലുക്കിൽ നിന്നും വളരെ വ്യത്യസ്തമായി തൻ്റെ മുൻപിൽ നിൽക്കുന്ന മകളെ ശോശന്നാമ്മ ഒന്ന് നോക്കി. ആകാശ നീലക്കളർ ലഹങ്കയണിഞ്ഞ് കഴുത്തിൽ ചേർന്ന് കിടക്കുന്ന നീളം കുറഞ്ഞ ചെറിയൊരു മാലയും ഇരു കൈകളിലും ഓരോ വളകളും അണിഞ്ഞ് ഒരു മാലാഖയുടെ സൗന്ദര്യത്തോടെ തൻ്റെ മുൻപിൽ നിൽക്കുന്ന മകളുടെ സൗന്ദര്യത്തിൽ ഒരു നിമിഷം ആ അമ്മ അസൂയപ്പെട്ടു. എൻ്റെ കൊച്ച് എന്തൊരു സുന്ദരിയാ! ഇപ്പോൾ നിന്നെ കണ്ടാൽ ആകാശക്കോട്ടയിലെ സുൽത്താൻ വരെ കണ്ണുവെച്ചു പോകും. ശോശനമ്മ യാന്ത്രികമായി പറഞ്ഞു. എൻ്റെ ഭാര്യയെ, നീ തന്നെ കൊച്ചിനെ കണ്ണുവെക്കല്ലേ. സംഗതി മമ്മി പറഞ്ഞത് ശരിയാ, പക്ഷേ നിനക്കൊരു കുറവുണ്ടോ എന്നൊരു സംശയം. എടോ, താനൊന്ന് തിരിഞ്ഞു നിന്നേ. അതോ എനിക്ക് തോന്നിയതാണോ എന്ന് നോക്കട്ടെ. ഡോക്ടർ ഫെർണാണ്ടസ് അവിടേക്ക് വന്ന് വളരെ സീരിയസ് ആയി മെർലിനോട് പറഞ്ഞു. ഡാഡി, കുറവോ? എനിക്ക് എന്തു കുറവാ ഉള്ളത്? അവൾ പെട്ടെന്ന് വെപ്രാളത്തോടെ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു. അതെ, നിനക്കൊരു വാലിൻ്റെ കുറവുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതെങ്ങാനും മുളച്ചിട്ടുണ്ടോ എന്നൊന്ന് നോക്കാനായി ചോദിച്ചതാ. എന്തായാലും അതില്ല. ആ പ്രതീക്ഷയും പോയി. അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഭാര്യയെ ഒരു തട പോലെ നിർത്തി പറഞ്ഞു. ഓ, അവിഞ്ഞ കോമഡിയാണോ മിസ്റ്റർ ഉദ്ദേശിച്ചത്? അത്യാവശ്യം പേരും പ്രസക്തിയുമുള്ള നല്ലൊരു ഡോക്ടറാണ് മിസ്റ്റർ ഫെർണാണ്ടസ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്തു ബോറാടോ താൻ! അഭിനന്ദിച്ചില്ലെങ്കിലും കളിയാക്കാതിരുന്നുകൂടെ നിങ്ങൾക്ക്? ഇനിയിപ്പോൾ ഒരു മൂഡില്ല. ഞാൻ പോയി ഷോർട്ട്സ് ഇട്ട് വരാം. മോന്ത ഒരു വശത്തേക്ക് തിരിച്ചുകൊണ്ട് അവൾ സ്റ്റെപ്പ് കയറാനായി തുടങ്ങി. ആ, പിണങ്ങി പോകല്ലേടോ. ഡാഡിയുടെ മോള് സുന്ദരിയല്ലേ. ഞങ്ങൾക്ക് തമാശ പറയാനും ചിരിക്കാനും കരയാനുമൊക്കെ നീയല്ലേ ഉള്ളൂ. അത് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഫെർണാണ്ടസ് അവളെ ചേർത്ത് പിടിച്ചു. അവൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഡാഡി പറഞ്ഞത് സത്യമാക്കേട്ടോ, നിനക്കൊരു വാലിൻ്റെ കുറവുണ്ട്. മകളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പതുക്കെ അവളുടെ കാതോരൻ പറയുമ്പോൾ അദ്ദേഹം വീണ്ടും പൊട്ടിച്ചിരിച്ചു. പോ ഡാഡി, ഞാൻ ഡാഡിയോട് കൂട്ടില്ല. എനിക്ക് അപ്പുറത്തെ ഡാഡിയെയും മമ്മിയെയും കണ്ടാൽ മതി. അവർക്കറിയാം എൻ്റെ സൗന്ദര്യത്തിന് വില. അവൾ പിണക്കത്തോടെ ചുണ്ടുകൂട്ടി. പിണങ്ങല്ലോടോ, ഡാഡി തമാശ പറഞ്ഞതല്ലേ. വലിയ ഡോക്ടറായപ്പോൾ കുറച്ച് മച്യൂരിറ്റി വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതി. ഇതിപ്പോൾ പഴയതിലും മോശമാണല്ലോ അവസ്ഥ. പിള്ളേരെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്, പക്ഷെ സ്വഭാവം തനി കുഞ്ഞു പിള്ളേരുടേതും. അവളുടെ നീളമേറിയ മുടിയിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് ശോശനാമ്മ പറഞ്ഞു. മമ്മി, എത്ര വലുതായാലും ഞാൻ നിങ്ങളുടെ പഴയ കുസൃതി കുരുന്നല്ലേ. അത് ചോദിച്ചുകൊണ്ട് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് അവൾ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അടുത്ത ഭാഗവും ഉടൻ വരും, കാത്തിരിക്കുക. കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.